ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമല്ലാതായിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. പല രാഷ്ട്രീയ സന്ദർഭങ്ങളിലും VSനെ നമ്മൾ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിറന്നാളുകൾക്കൊക്കെ സെയ്ഫൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കാണണമെന്ന് ഞാനൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇന്നിപ്പോൾ ഈ നിലയിലല്ലാതെ പിന്നീട് വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. സെയ്ഫ് എപ്പോഴാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടത്? എത്രത്തോളം വ്യക്തിപരമായൊരു വിഷമം കൂടിയാണ് സെയ്ഫ് അദ്ദേഹത്തിന്റെ വിയോഗം? വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഓരോരുത്തർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരോ വികാരങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോട് ആരാധന തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യനോടാണ് എന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇട്ടിരുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോട് എനിക്ക് ആരാധന തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദനോടാണ്. ചിലപ്പോൾ അതിന് പലതര കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീടിന് തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്താണ് ലോ കോളേജ് ഉള്ളത്. ഞാൻ ലോ കോളേജിൽ പഠിക്കാൻ വരുന്ന സമയം അന്ന് VSൻ്റെ വീട് ഇവിടെ ഇല്ല. ഈ വീട് അന്നില്ല. VS അച്യുതാനന്ദൻ കന്റോൺമെൻറ്റ് ഹൗസിലാണ് താമസം. പ്രതിപക്ഷ നേതാവായിട്ട് കന്റോൺമെൻറ്റ് ഹൗസിലാണ് താമസം. VS അച്യുതാനന്ദൻ ഇവിടെ ഞങ്ങളുടെ ലോ കോളേജിൽ യൂണിയൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ VS അച്യുതാനന്ദൻ വരുന്ന സമയത്ത് നമുക്ക് ആവേശം കയറി, നമ്മൾ ഓരോ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് ആവേശം കയറി നമ്മൾ എന്തെങ്കിലും മുദ്രാവാക്യമൊക്കെ വിളിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഇതൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് അങ്ങനെ VSനോട് അത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു സ്നേഹം അത് നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ വൈകാരികമായി പോവും എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും VSനെ കാണാൻ വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. സെയ്ഫ, ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചത്, VSനെ ഇങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാതിരുന്ന ഒരു സമയത്ത് പിന്നീട് എപ്പോഴെങ്കിലും കാണാനുള്ള അവസരം ഉണ്ടായിരുന്നോ സെയ്ഫിന്? അതിനുശേഷം 2019 ആണല്ലോ ജിൽസി ഇത് VSന് സുഖമില്ലാതാവുന്നത്. 2019 VSനെ ഏറ്റവും ഒടുവിൽ കാണുന്നത്, ഞാനത് റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ VK പ്രശാന്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഒരു 3-4 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കുറവൻകോണത്ത് ആണെന്ന് തോന്നുന്നു VS അച്യുതാനന്ദൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അത് VSനെ കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചതാണ്. കാരണം അന്ന് NSSുമായി ബന്ധപ്പെട്ട് NSS പരസ്യമായ പിന്തുണ UDFന് പ്രഖ്യാപിക്കുകയും മറ്റും അതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് VS അച്യുതാനന്ദനെ പ്രചരണ രംഗത്ത് ഇറക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത്. അങ്ങനെ VS ഒരു പ്രചരണത്തിന് വരുന്നുണ്ട് കുറവൻകോണത്ത്. പക്ഷേ VS ആ പ്രചരണത്തിന് വന്നതിന് ശേഷം അധികം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഓർമ്മ ശരിയാണെന്നുള്ള ഒറ്റ മിനിറ്റ് മാത്രമാണ് VS അച്യുതാനന്ദൻ സംസാരിച്ചത്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ TV-യിൽ നമ്മുടെ ചാനലിലെ വിഷ്വൽസ് നോക്കുമ്പോൾ VS പ്രചരണ രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഒരു വിഷ്വൽസ് നമ്മൾ TV-യിൽ കാണിക്കുന്നുണ്ട്. അത് VS അച്യുതാനന്ദൻ ഏറ്റവും അവസാനം പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ്. ആ പ്രചരണ പരിപാടിയുടെ വിഷ്വൽസാണ് നമ്മൾ കാണിക്കുന്നത്. 1 മിനിറ്റ് നേരം മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്രയും മോശമായിരുന്നു. എന്നിട്ടും ആ പ്രചരണ പരിപാടിക്ക് അവിടെ വരികയും പ്രശാന്തിന് വോട്ട് ചെയ്യണം, പ്രശാന്തിനെ ജയിപ്പിക്കണം എന്ന് VS അച്യുതാനന്ദൻ പറയുകയും ചെയ്തു. ഇന്നലെ പ്രശാന്തിനോട് സംസാരിക്കുമ്പോൾ പ്രശാന്ത് അത് ഓർത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ ആരിഫ് ചേരുന്നുണ്ട്, മുൻ MP. അങ്ങനെ VS അച്യുതാനന്ദനോട് ആത്മബന്ധമുള്ള ആളാണ്, ആലപ്പുഴയിൽ നിന്നുള്ള ആളാണ്. എന്താണ് ഈ വിടവാങ്ങലിനെ കുറിച്ച് എന്താണ്? VSൻ്റെ ഈ നഷ്ടം നമുക്ക് ആലപ്പുഴക്കാർക്കോ സംസ്ഥാനത്തിനോ മാത്രമല്ല, ഒരു സാമൂഹ്യ ക്രമത്തിന് വേണ്ടിയിട്ടുള്ള പഴയ ക്രമത്തിൽ നിന്ന് പുതിയ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോരാടിയ ഒരു പോരാട്ടങ്ങളുടെ ഒരു പ്രതിനിധിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. VSനെ ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 3 തവണ അസംബ്ലിയിലേക്കും 2 തവണ പാർലമെന്റിലേക്കും മത്സരിച്ചു. അതിൽ 2019 VS ഒരേ ഒരു മണ്ഡലത്തിൽ 3 തവണയും VS ആണ് എൻ്റെ കൺവെൻഷനിലെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത്. 2019 പുള്ളി ഒരു സ്ഥലത്തേ വന്നുള്ളൂ. അത് അവിടെ മാത്രമാണ്, ആലപ്പുഴ മാത്രമാണ്. ഇറങ്ങും പോകാൻ പറ്റില്ല, ശാരീരികമായ അസ്വസ്ഥത കൊണ്ട്. അവിടെ വന്ന് 10-15 മിനിറ്റ് വരെ എന്നെക്കുറിച്ച് തന്നെയായിരുന്നു പ്രസംഗിച്ചത്. അത്രത്തോളം VSൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയതാണ്. അതേക്കുറിച്ച് ഞാനൊരു ലേഖനം, പുള്ളിയുടെ ഈ ആംഗ്യവും വ്യംഗ്യവും അഭിനയമൊക്കെ ഉണ്ടല്ലോ പ്രസംഗത്തിൽ, അതെങ്ങനെ കടന്നു വന്നതിനെ സംബന്ധിച്ചൊരു ആർട്ടിക്കിൾ ഞാൻ കലാകൗമുദിയിൽ എഴുതിയിരുന്നു. അത് VSന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോടത്
കർഷകത്തൊഴിലാളി മാസികയിലും ചിന്തയിലും പുനഃപ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അതിലും പ്രസിദ്ധീകരിച്ചു. പിന്നെ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴൊരു വിവാദം ഉണ്ടായത്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വീടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് പട്ടി പോകുമെന്ന് വി എസ് എന്ന് ചോദിച്ചായിരുന്നു തർക്കം വന്നപ്പോൾ. അപ്പം അന്ന് ഞാൻ മനോരമയുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതി. മനുഷ്യൻ നിത്യജീവിതത്തിൽ 40 തവണ പട്ടി കൂട്ടുപിടിച്ച് വർത്തമാനം പറയും. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ, പട്ടി കടപ്പുറത്ത് പോലെ, പട്ടിക്ക് പൊതിയാത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ടൊരു പട്ടിയും കണ്ടില്ല എന്ന് വിട്ട് വിവാദം വന്നപ്പോൾ പട്ടിയെ കൈവിട്ട മനുഷ്യനാണ്, നന്ദിയില്ലാത്ത മനുഷ്യനാണ് എന്ന് പട്ടി തിരിച്ചറിയുന്നതായിട്ടാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതുന്നത്. അത് വളരെ വളരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ ചേംബറിൽ വിളിച്ച് ഷെയ്ക്കാൻ്റെ അന്ന് ഗംഭീരമായി എന്ന് പറഞ്ഞ് അനുമോദിച്ചു. എനിക്കുള്ള ഒരുപാട് അനുഭവങ്ങൾ വിഎസുമായിട്ടുണ്ട്. അതെ, ആരിഫ് ഇപ്പോൾ പറഞ്ഞ പോലെ അത് കേരള രാഷ്ട്രീയത്തിന് തന്നെ മുഴുവൻ ഒരു നഷ്ടമാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. എന്തായാലും വി എസിൻ്റെ ഇപ്പോഴത്തെ ഈ കാര്യം പറഞ്ഞപ്പോൾ ജിൽസി ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം. ജിൽസി ശ്രദ്ധിച്ചിട്ടുണ്ടാകും വി എസിൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ. അത് നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളത് ഭയങ്കര കൗതുകകരമായിട്ടുള്ളൊരു സംഭവമാണ്. വി എസിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിയമസഭയുടെ ഗ്യാലറിയിൽ നമ്മൾ നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മീഡിയ റൂമിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ വി എസ് ആണ് പ്രതിപക്ഷ നേതാവ്. വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രമേയ അവതാരകൻ പറയുന്നതിന് അതിനുശേഷം മന്ത്രി പറയുന്നതിനൊക്കെ അപ്പുറം വി എസ് അച്യുതാനന്ദൻ്റെ ഒരു വാക്കൗട്ട് പ്രസംഗമുണ്ട്. അതിങ്ങനെ നമ്മൾ കേട്ടിങ്ങനെ ഇരിക്കും. ഒരു വി എസിൻ്റെ ഒരു താളവും ഒരു വി എസ് പറയുന്നൊരു രീതിയും വി എസിൻ്റെ ഒരു സ്ലാങ് ഉണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം ഇങ്ങനെ തുടർച്ചയായി 2 തവണ പറയുന്ന വി എസിൻ്റെ ഒരു സ്ലാങ്, അതിങ്ങനെ കേട്ടിരുന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം ഇങ്ങനെ അത് ഒരു തരത്തിൽ ഇങ്ങനെ ആസ്വദിക്കുന്ന തരത്തിലാണ് വി എസിൻ്റെ ഒരു പ്രസംഗ ശൈലി. അത് നിയമസഭയിൽ എനിക്ക് തോന്നുന്നു 2011 മുതൽ 16 വരെയുള്ള സമയത്താണ് വി എസ് കൂടുതൽ കത്തിക്കയറിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ കത്തിക്കയറിയിട്ടുള്ളത്. അതിനു മുമ്പേ അദ്ദേഹം ജനകീയ നേതാവായി മാറിയിട്ടുണ്ട്. അതിലെനിക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്ന, ഞാൻ ഇന്നലെ മുതൽ പറയുന്നൊരു പ്രസംഗമുണ്ട്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ പ്രസംഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ സമയത്ത് വി എസ് അച്യുതാനന്ദൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ വി എസ് അച്യുതാനന്ദൻ നടത്തിയൊരു പ്രസംഗമുണ്ട്. മണി മറ്റേ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള എന്ന് പറഞ്ഞു തുടങ്ങുന്ന വി എസിൻ്റെ ഒരു പ്രസംഗം. ആ പ്രസംഗം വി എസ് ഇങ്ങനെ അവർ ഈ പ്രതിപക്ഷ ബെഞ്ചിലുണ്ടായിരുന്ന എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വി എസിൻ്റെ സോളാറുമായി ബന്ധപ്പെട്ട വിഷയമായാലും എല്ലാം അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഈ പ്രായം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് പോലും ഇവിടെ നിന്ന് സമരത്തിന് പോയിട്ടുള്ളൊരു വി എസ് അച്യുതാനന്ദനുണ്ട്. മൂന്നാറിൽ പെമ്പിള ഒരുമൈ സമരത്തിന് പോയ ഒരു വി എസ് അച്യുതാനന്ദനുണ്ട്. പെമ്പിള ഒരുമൈ സമരത്തിന് പോയിട്ട് ആ തണുപ്പത്ത് കോട്ടിട്ടിരുന്ന വി എസ് അച്യുതാനന്ദനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വി എസിൻ്റെ ഗൺമാനായിരുന്ന വിനോദുണ്ട്. വിനോദിനോട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടി ചോദിച്ചു. അതിനും വി എസിനോട് ഈ സമരത്തിൻ്റെ അവിടെ റോഡിൽ പോയിരിക്കുകയാണ്. മൂന്നാറിൽ അത്രയും തണുപ്പത്ത് റോഡിൽ പോയിരിക്കുന്ന മനുഷ്യനോട് ഈ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ആർക്കൊരു ടെൻഷനുണ്ട്. കാരണം ഈ പ്രായം ഇത്രയും ആയതുകൊണ്ട് അവിടുത്തെ ഈ ക്ലൈമറ്റ് പ്രശ്നമാവത്തില്ലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് വി എസ് പോയിട്ട് നാളെ വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ല, വി എസ് അച്യുതാനന്ദൻ സമ്മതിച്ചില്ല. വി എസ് പറയുന്നത് ഇല്ല, ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തണുക്കുന്നുണ്ട്, എനിക്കൊരു ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് ഇട്ട് രാത്രി അത് തീരുമാനമാവുന്നവരെ അവിടെ ഇരുന്നൊരു വി എസ് അച്യുതാനന്ദൻ ഉണ്ട്. അതൊരു പോരാട്ട വീര്യമാണ്. ഏതാണ്ട് ഒരു 96-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. ആ 96-97 വയസ്സുള്ള സമയത്താണെന്ന് തോന്നുന്നു ആ വി എസ് അച്യുതാനന്ദനെ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ 23-ാം തീയതി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം ആരോഗ്യനിലയിൽ ഇങ്ങനെ തുടർച്ചയായി മാറ്റങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അത് സാധാരണഗതിയിൽ എന്തെങ്കിലും സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർക്ക് സ്ട്രോക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ കാലം അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് പ്രായമായി കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം അങ്ങനെ സർവൈവ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ ഫിസിക്കലി അവർക്ക് അങ്ങനെ കഴിയില്ല. പക്ഷേ ഈ മനുഷ്യൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഏതാണ്ട് 6 വർഷം മുമ്പാണ് ആ സ്ട്രോക്ക് വന്നിട്ട് പുള്ളി കിടപ്പായത്, വി എസ് കിടപ്പായത്. അതിനുശേഷം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല, പുറത്ത് വി എസ് ആരെയും കണ്ടിട്ടുമില്ല. 2019 ശേഷം വി എസ് അച്യുതാനന്ദനെ കണ്ടിട്ടുള്ളത് ഈ വീട്ടിലുള്ള മകനും ഭാര്യയും വി എസിൻ്റെ മക്കളും കൊച്ചുമക്കളും അല്ലാതെ വേറെ ആരും അങ്ങനെ അധികം വി എസിനെ കണ്ടിട്ടുമില്ല. അങ്ങനെ
അങ്ങനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത മെൻ്റൽ കപ്പാസിറ്റിയും അല്ലാതെ ശാരീരികമായിട്ട് അങ്ങനെ ഫിസിക്കലി അങ്ങനെ ഇത് ചെയ്യുന്നൊരു മനുഷ്യന് മാത്രമേ പറ്റൂ. പക്ഷേ VS അത് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതാണ് MP ഗോവിന്ദ മാഷ് ഈ VSന് സുഖമില്ലാതെ ആയതിനു ശേഷം പഴയ AKG സെൻറ്ററിൽ, ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം സാധാരണഗതിയിൽ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗോവിന്ദ മാഷിനോട് അപ്പോഴുള്ള എന്തെങ്കിലും പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വെറുതെ സംസാരിക്കാറുണ്ട്. അപ്പോൾ VSൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ VSൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചോദിച്ചത്. അന്നേരം ഗോവിന്ദ മാഷ് പറഞ്ഞൊരു വാചകം, നിങ്ങൾക്ക് VSനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല എന്നാണ്. അത്